പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിച്ചു വഴിനടത്തട്ടെ എന്നാൽ മാത്രമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വേദഭാഗം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ഫിലിപ്പി റോമ പൗരന്മാർ താമസിച്ചിരുന്ന ഒരു കോളനി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തലസ്ഥാന നഗരത്തിൽ നിന്ന് ദൂരെയാണെങ്കിലും കോളനിക്കാരുടെ ജീവിത രീതിയും ഭരണ സമ്പ്രദായവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും എല്ലാ റോമ പാരമ്പര്യങ്ങൾക്ക് അനുയോജ്യമായിരുന്നു. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അധ്യായത്തിലെ 27-ാം വാക്യത്തിൽ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടപ്പീൻ എന്നുള്ള പ്രബോധനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിലിപ്പിയിലെ ക്രിസ്ത്യാനികൾ ദൈവരാജ്യത്തിന്റെ ഒരു കോളനിയാണെന്നും അതിനാൽ അവരുടെ ജീവിത രീതി ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് അനുയോജ്യമായിരിക്കണമെന്നും അപ്പോസ്തലനായ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. ദൈവരാജ്യത്തിന്റെ മാതൃക പ്രത്യക്ഷമാകേണ്ട 2-3 മേഖലകളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അല്പമായി നമുക്കൊന്ന് കണ്ണോടിച്ച് ചിന്തിക്കാം. അവർ ഏക മനസ്സുള്ളവരായിരിക്കുന്നു. അതാണ് 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ലോകം ക്രിസ്തു സഭയ്ക്ക് എതിരായി പടവെട്ടിയാലും ക്രിസ്ത്യാനികൾ ഐക്യം പാലിക്കുന്നുവെങ്കിൽ അവർക്ക് വിജയം നിശ്ചയം തന്നെയാണ്. സഭകൾ തമ്മിലുള്ള കൂട്ടായ്മയും ഐക്യഭാവവും സുവിശേഷത്തിന്റെ വിജയത്തിന് വഴിതെളിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമതായി, ലോകശക്തികളുമായി ക്രിസ്ത്യാനികൾ പോരാടിക്കൊണ്ടിരിക്കണം. അന്യായം, അക്രമം ആദിയായ പാപശക്തികളോട് നിരന്തരമായി ക്രിസ്ത്യാനി പൊരുതേണ്ടതാകുന്നു. ഈ പോരാട്ടത്തിൽ അധൈര്യപ്പെടുകയോ ഭീരുത്വം മൂലം പോർക്കളം വിട്ടു പോവുകയോ ചെയ്യരുത്. ഈ ധർമ്മയുദ്ധത്തിൽ ക്രിസ്തു നമ്മുടെ സേനാധിപൻ എന്നുള്ളതാണ് നമ്മുടെ വിജയ സാധ്യതയ്ക്കുള്ള പ്രധാന കാരണം. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതൊരു പദവിയായി ക്രിസ്ത്യാനി കരുതണം. കഷ്ടം സഹിക്കുന്നതൊരു വരമായി പൗലോസ് സങ്കല്പിച്ചിരിക്കുന്നു. അതായത് ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച ഒരു ദാനം അഥവാ സംഭാവനയാണ് കഷ്ടം സഹിക്കുന്നത് എന്നാണ് അപ്പോസ്തലൻ ധരിച്ചിരിക്കുന്നത്. ഈ മനോഭാവത്തോടുകൂടി കഷ്ടത സഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീക ജീവിതത്തിൽ അത് പ്രയോജനകരമായി തീരുകയുള്ളൂ. ക്രിസ്തു മാർഗം മറ്റുള്ളവർക്ക് ആകർഷണീയമാക്കുന്നതിനും ഇത് പര്യാപ്തമാകും. ക്രിസ്തുവിന്റെ സൈന്യനിരയിൽ നിന്ന് സ്വന്തം ജീവനെ രക്ഷിക്കാനായി ഓടിപ്പോകുന്ന ഭീരുവാണോ, അതോ കൂട്ടുവിശ്വാസികളോട് ചേർന്ന് നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പടവെട്ടുന്നവനോ, സുവിശേഷത്തിന്റെ പ്രാബല്യത്തിനായി ജീവിക്കുന്നവനോ? ഈ ചോദ്യങ്ങൾ നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പടചേർത്തവനെ പ്രസാദിപ്പിക്കുന്നതിനുള്ള താല്പര്യവും വിശ്വസ്തതയും എന്നിൽ അനുദിനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തകൾക്കായി, ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു. കൃപ ഉപയോഗിക്കണമേ, ബലപ്പെടുത്തണമേ. അവിടുത്തെ വലിയ കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വഴി നടത്തണമേ. തിരുക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. തിരുനാമം സകലത്തിനും മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ.